സ്വാഗതം ടോപ് 10ലേക്ക്. എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത പാകിസ്ഥാൻ ഇപ്പോൾ കളിക്കുന്നത് നമ്മുടെ ഭാവി തലമുറയെ കയ്യിലെടുത്ത്. അങ്ങേയറ്റം ആശങ്കയാണ് പാകിസ്ഥാന്റെ ഈ കൈവിട്ട കളിയിൽ. കരുത്താകേണ്ടതും കരുതലാകേണ്ടതും നമ്മളാണ്. സമഗ്രമായി ഇന്നത്തെ വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കൊണ്ടിട്ടും പഠിക്കാതെ പാകിസ്ഥാൻ. ഇന്ത്യക്കെതിരായ പുതിയ നീക്കം കുട്ടികളെ കരുവാക്കി. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ 37 ഇന്ത്യൻ കൗമാരക്കാർ നിരീക്ഷണത്തിൽ. 15-കാരന്റെ മൊബൈലിലൂടെ കൈമാറിയത് പത്താൻകോട് സൈനിക ക്യാമ്പിന്റെ നിർണായക വിവരങ്ങളും ചിത്രങ്ങളും. സൈബർ തട്ടിപ്പിലൂടെയുള്ള പണം ഭീകരതയ്ക്ക്. ജമ്മുവിൽ 22 ഇടങ്ങളിൽ റെയ്ഡ്. കടിക്കാതിരിക്കാൻ നായകൾക്ക് ഇനി കൗൺസിലിംഗ് മാത്രമേ ബാക്കിയുള്ളൂവെന്ന സുപ്രീം കോടതിയുടെ പരിഹാസം. പരാമർശം തെരുവുനായ വിഷയം പരിഗണിക്കവേ നിയമങ്ങൾ കർശനമായി പാലിക്കുന്നതിൽ അധികൃതർക്ക് വീഴ്ചയെന്ന് നിരീക്ഷണം. കേരളത്തിൽ പൂർണ്ണതോതിൽ ABC കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നില്ലെന്ന അമിക്കസ് ക്യൂറി. ഹർജികളിൽ നാളെയും വാദം തുടരും. അമേരിക്കൻ തന്ത്രങ്ങൾക്ക് എണ്ണയിട്ട് തുടങ്ങി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെനിസ്വേലയുടെ 5 കോടി ബാരൽ എണ്ണ അമേരിക്കയ്ക്കെന്ന ട്രംപ്. ചൈന, റഷ്യ, ഇറാൻ, ക്യൂബ എന്നീ രാജ്യങ്ങളുമായുള്ള ബന്ധം വിച്ഛേദിക്കണമെന്ന് കർശന നിർദ്ദേശം. വെനിസ്വേലയുമായി ബന്ധമുള്ള റഷ്യൻ എണ്ണക്കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തു. UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം കൈകാര്യം ചെയ്യുമെന്ന AK ബാലന്റെ പ്രസ്താവനയിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. സംഘപരിവാറിന്റെ ആശയമാണ് AK ബാലൻ പ്രചരിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇടതുമുന്നണിക്ക് ബാലന്റെ നയമാണോ എന്ന് രമേശ് ചെന്നിത്തല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം 110 സീറ്റെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിന്നിലായ മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ മന്ത്രിമാർക്ക് നിർദ്ദേശം. പാർട്ടി ചർച്ച ചെയ്യും മുൻപേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിനോട് വിശദീകരണം തേടി സംസ്ഥാന നേതൃത്വം. പാലക്കാട് മണ്ഡലത്തിൽ DCC പ്രസിഡന്റ് A തങ്കപ്പനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ജില്ലാ നേതൃത്വം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ A പത്മകുമാറിന് തിരിച്ചടി. ദ്വാരപാലക പാളി കേസിലെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും വീണ്ടും റിമാൻഡിൽ. പത്മകുമാറിനെ CPM എന്തുകൊണ്ട് പുറത്താക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. തന്റെ മൊഴിയിലെ അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ SITക്ക് പരിമിതിയെന്ന് രമേശ് ചെന്നിത്തല. തർക്കത്തിനൊടുവിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കെട്ടിടത്തിലെ MLA ഓഫീസ് VK പ്രശാന്ത് ഒഴിയുന്നു. പുതിയ ഓഫീസ് മരുതൻകുഴിയിൽ. കരാർ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് കെട്ടിടം ഒഴിയുന്നത് വിവാദം ഒഴിവാക്കാനെന്ന് MLA. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ യൂത്ത് ഏകദിന പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. 3ാം ഏകദിനത്തിൽ വൈഭവ് സൂര്യവംശിക്കും ആരോൺ ജോർജിനും സെഞ്ചുറി. ഒളിമ്പ്യൻ ജിൻസൺ ജോൺസൺ വിരമിച്ചു. ഡൽഹിയിൽ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനിടയിലെ സംഘർഷത്തിൽ 5 പേർ അറസ്റ്റിൽ. നടപടി പോലീസിന് നേരെ കല്ലെറിഞ്ഞതിന്. കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമെന്ന് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ. എഡിറ്റേഴ്സ് ചോയ്സ്. ഇവിടം സ്വർഗമാണ്, പൂക്കളുടെ സ്വർഗം. സർജിക്കൽ സ്ട്രൈക്കുകളും ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള തിരിച്ചടികളിലും പഠിക്കാതെ പാകിസ്ഥാൻ. ഇത്തവണ ഇന്ത്യക്കെതിരായി കോപ്പുകൂട്ടുന്നത് ചാരസംഘടനയായ ISI ആണ്. അതും നമ്മുടെ കുഞ്ഞുങ്ങളെ ഉപയോഗിച്ച്. 14-നും 17-നും ഇടയ്ക്ക് പ്രായമുള്ള കൗമാരക്കാരെ പ്രലോഭിപ്പിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് ഇന്ത്യയിൽ ചാരപ്രവർത്തനം നടത്താൻ ഉപയോഗിക്കുന്നു ISI. പത്താൻകോട്ടിൽ പിടിയിലായ 15-കാരനിൽ നിന്നും പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. 1ഉം 2ഉമല്ല 37ഓളം കുട്ടികളാണ് ഇത്തരത്തിൽ നിരീക്ഷണത്തിലുള്ളത്. ഇനി എത്ര പേർ പുറത്തുണ്ട് എന്നതും കണ്ടറിയേണ്ടതാണ്. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ഏതു രീതിയിൽ പണി നൽകാമെന്ന നിതാന്ത ആലോചനയിൽ തന്ത്രങ്ങൾ പലതാണ് പാക് സൈന്യവും ചാരസംഘടനയായ ISIയും പാക് ഭരണകൂടവുമൊക്കെ മെനയുന്നത്. പ്രായപൂർത്തിയാകാത്ത നമ്മുടെ രാജ്യത്തെ കുട്ടികളെ ഓൺലൈനിലൂടെ കൊടുക്കുക, അവരെ ബ്രെയിൻ വാഷ് ചെയ്യുക, അതിനുശേഷം നമ്മുടെ രാജ്യത്തിനെതിരായ ചാരശൃംഖലയാക്കി മാറ്റുക. ഇങ്ങനെ 37-ലധികം കൗമാരക്കാരെയാണ് സുരക്ഷാ പരിശോധനയിൽ കണ്ടെത്തിയത്. 12 കുട്ടികൾ പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്. 25 പേർ ജമ്മു കശ്മീരിൽ നിന്നും.
14-നും 17-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളെയാണ് ISI ഇന്റർ സർവീസ് ഇന്റലിജൻസ് കുടുക്കിയത്. പത്താൻകോട്ടിൽ 15-കാരൻ പിടിയിലായതോടെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. കുട്ടിയുടെ മൊബൈൽ പരിശോധിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർ ഞെട്ടിയിരിക്കുകയാണ്. പത്താൻകോട്ടിലെ സൈനിക ക്യാമ്പും സമീപ പ്രദേശങ്ങളും ഉൾപ്പെടെ സുപ്രധാന മേഖലകളുടെ ചിത്രങ്ങൾ പാകിസ്ഥാന്റെ ISI ബന്ധമുള്ള ഏജൻസികൾക്കും മറ്റും പകർത്തി നൽകിയിരിക്കുന്നു. മാത്രമല്ല, കുട്ടിയുടെ ഫോൺ ക്ലോൺ ചെയ്തിട്ടുണ്ട്. അതായത് ഈ കുട്ടി എവിടെ പോകുന്നു, എന്തു ചെയ്യുന്നു, ആരോടൊക്കെ ഇടപെടുന്നു എന്നതൊക്കെ ഇവനെ കൈകാര്യം ചെയ്യുന്ന പാക് ചാരന്മാർക്ക് കാണാനാകും. ഇതിനോടകം തന്നെ സുരക്ഷാ മേഖലകളുടെ ചിത്രങ്ങൾ, വാഹന വ്യൂഹങ്ങളുടെ നീക്കങ്ങൾ ഇവയെല്ലാം പാക് ഹാൻഡ്ലേഴ്സിന് ഈ കുട്ടികൾ കൈമാറിക്കഴിഞ്ഞു. ഈ കുട്ടി സ്കൂളിൽ എത്തുന്നില്ല എന്ന കാര്യം രക്ഷിതാക്കൾ പോലും അറിഞ്ഞിരുന്നില്ല. പുതിയ സാഹചര്യത്തിൽ മാതാപിതാക്കൾ കുട്ടികളുടെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ കർശനമായി നിരീക്ഷിക്കണമെന്ന നിർദ്ദേശം പ്രതിരോധ മന്ത്രാലയവും നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ സ്ഫോടനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന ഡോക്ടർമാരെ ഉപയോഗിച്ച് വൈറ്റ് കോളർ ടെററിസത്തിന് തയ്യാറെടുത്തതിന് പിന്നാലെയാണ് സമൂഹത്തിൽ കൂടുതൽ മേഖലകളിൽ ഭീകര ചാര സംഘടനകൾ കൈകടത്തിയിട്ടുണ്ടോ എന്ന പരിശോധന ശക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. സൈബർ ഭീകരവാദത്തിന് പണം നൽകുന്ന സംഘടനകളുടെ 22 ഇടങ്ങളിൽ റെയ്ഡ് നടത്തി ജമ്മു കൗണ്ടർ ഇന്റലിജൻസ് സ്ക്വാഡ്. ശ്രീനഗർ, ബുദ്ഗാം, ഷോപ്പിയാൻ, കുൽഗാം എന്നിവിടങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. ശ്രീനഗറിൽ മാത്രം 10ഓളം ഇടങ്ങളിൽ പരിശോധന നടത്തി. ലാപ്ടോപ്പുകൾ, മൊബൈൽ ഫോണുകൾ, സ്റ്റോറേജ് ഉപകരണങ്ങൾ, സാമ്പത്തിക രേഖകൾ അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. സമൂഹമാധ്യമങ്ങളിലടക്കം ദേശസുരക്ഷയ്ക്ക് വിരുദ്ധമായ പരാമർശങ്ങളോ പ്രവർത്തനങ്ങളോ നടത്തുന്നവരെ അന്വേഷണ സംഘം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. പരിസരം നോക്കാതെ വലിച്ചെറിയുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ തെരുവ് നായകളുടെ ശല്യം കൂടുന്നതിന് കാരണമാകുന്നു എന്നത് യാഥാർത്ഥ്യം. മനുഷ്യരെയൊക്കെ പറഞ്ഞ് ബോധവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുകയാണ്. വന്ധ്യംകരണം അടക്കമുള്ള നടപടികളും ഫലം കാണുന്നില്ല. എന്നാൽ പിന്നെ കടിക്കരുതേ എന്ന് നായകളെ പറഞ്ഞു ബോധ്യപ്പെടുത്താനാകുമോ എന്നാണ് ഗതികെട്ട് സുപ്രീം കോടതി ചോദിച്ചത്. നിയമങ്ങൾ കർശനമായി പാലിക്കുന്നതിൽ അധികൃതർക്ക് വീഴ്ചയുണ്ടാകുന്നു എന്ന് തന്നെ സുപ്രീം കോടതി നിരീക്ഷിച്ചു. സാങ്കേതിക വിദ്യയൊക്കെ അങ്ങ് ബഹിരാകാശം കടന്നിട്ടും തെരുവ് നായ ശല്യത്തിന്, പേവിഷബാധയേറ്റുള്ള മരണത്തിന് ഒന്നും പരിഹാരം കാണാനാകാത്തത് വല്ലാത്ത ദുരവസ്ഥ തന്നെയാണ്. ജസ്റ്റിസുമാരായ വിക്രം നാഥ്, സന്ദീപ് മെഹ്ത, NV അഞ്ചാരിയ അടങ്ങിയ ബെഞ്ചാണ് തെരുവുനായ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത ഹർജികൾ പരിഗണിച്ചത്. രാജ്യത്തെ നായകളുടെ എണ്ണത്തിൽ കൃത്യമായ കണക്കില്ലെന്നും ജനങ്ങളെ ബോധവൽക്കരിച്ചാൽ തെരുവുനായ ആക്രമണം തടയാമെന്നും മൃഗസ്നേഹികളുടെ സംഘടനകൾ സുപ്രീം കോടതിയിൽ വാദിച്ചു. സംഘടനകൾക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലാണ് ഇക്കാര്യം ഉന്നയിച്ചത്. എന്നാൽ കടിക്കാതിരിക്കാൻ നായകൾക്ക് കൌൺസിലിംഗ് നൽകാമെന്നും അതുമാത്രമാണ് ഇനി പോംവഴിയെന്നും കോടതി പറഞ്ഞു. തെരുവ് നായകളുടെ പെരുമാറ്റം എങ്ങനെയാവുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്കൂൾ, ആശുപത്രികൾ, കോടതികൾ തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് അവയെ നീക്കം ചെയ്യുന്നതിനെ എന്തിനാണ് എതിർക്കുന്നതെന്ന് കോടതി ചോദിച്ചു. പരിഷ്കരിച്ച ഉത്തരവ് ഇത്തരം സ്ഥാപനങ്ങളുള്ള സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതാണെന്നും പൊതുറോഡുകളിൽ ബാധകമല്ലെന്നും ബെഞ്ച് അറിയിച്ചു. ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതിൽ അധികൃതർ വീഴ്ച വരുത്തുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. ഇടക്കാല ഉത്തരവ് പ്രകാരം നടപ്പിലാക്കിയ വിഷയങ്ങൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ സുപ്രീം കോടതിയെ ധരിപ്പിച്ചു. തമിഴ്നാട്, മധ്യപ്രദേശ്, കർണാടക, UP, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങൾ തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ലെന്ന് കേസിലെ അമിക്കസ് ക്യൂറിയും അറിയിച്ചു. നായ്ക്കൾക്കായി സംരക്ഷണ കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിൽ സംസ്ഥാനങ്ങൾ നേരിടുന്ന പ്രായോഗിക പ്രശ്നങ്ങളും അമിക്കസ് ക്യൂറി സുപ്രീം കോടതിയിൽ പറഞ്ഞു. ABC കേന്ദ്രങ്ങൾ കേരളത്തിൽ പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നില്ലെന്നും ഇത് വിലയിരുത്താൻ ഫലപ്രദമായ സംവിധാനങ്ങൾ ഇല്ലെന്നും അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പൊതുയിടങ്ങളിലുള്ള തെരുവുനായ്ക്കളുടെ എണ്ണത്തെക്കുറിച്ചും ഇവയെ ഇവിടെ നിന്ന് മാറ്റാൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ചും കൃത്യമായി കേരളം വിവരം ധരിപ്പിച്ചിട്ടില്ലെന്ന് അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ആക്രമണകാരികളായവയെ കൊന്നുകളയാൻ ഉത്തരവിടണമെന്ന് നായയുടെ കടിയേറ്റ് മരിച്ച അഭിരാമിയുടെ അമ്മയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ VK ബിജു വാദിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അമേരിക്കയുടെ അധിനിവേശ നീക്കം വെനിസ്വേലൻ ജനതയ്ക്ക് വേണ്ടി. വെനിസ്വേലയുടെ എണ്ണ ഉൽപ്പാദന വിതരണ സംവിധാനം പുതുക്കിപ്പണിയും. വെനിസ്വേലൻ അധിനിവേശത്തിന്റെ ആദ്യ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനങ്ങളാണിതൊക്കെ. എന്തായാലും ട്രംപ് പണി തുടങ്ങിയിട്ടുണ്ട്. 3 മുതൽ 5 കോടി വരെ ബാരൽ ക്രൂഡ് ഓയിൽ വെനിസ്വേല അമേരിക്കയ്ക്ക് കൈമാറുമെന്ന് സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മാത്രമല്ല, മറ്റ് രാജ്യങ്ങൾക്ക് എണ്ണ വിൽപ്പന നടത്തി വെനിസ്വേലയ്ക്ക് ലഭിക്കുന്ന പണം അത് അമേരിക്ക നിയന്ത്രിക്കും. മാത്രമല്ല, ഈ പണം വെനിസ്വേലയിലെയും അമേരിക്കയിലെയും ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കുമെന്ന് ഉറപ്പാക്കുമെന്നും ട്രംപിന്റെ ആ നല്ല മനസ്സ് പ്രഖ്യാപിക്കുന്നു. അമേരിക്കയ്ക്ക് എണ്ണ നൽകുമെന്ന് വെനസ്വേലിയൻ ഇടക്കാല സർക്കാർ അറിയിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നു. 30 മുതൽ 50 ദശലക്ഷം ബാരൽ എണ്ണ നൽകുമെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചത്. വിപണി വിലയ്ക്കായിരിക്കും ഉയർന്ന നിലവാരമുള്ള എണ്ണ US-ന് നൽകുക. എണ്ണ വിൽപ്പനയിലൂടെ വെനസ്വേലയ്ക്ക് ലഭിക്കുന്ന പണം അമേരിക്ക നിയന്ത്രിക്കുമെന്നും ട്രംപ് പറയുന്നു. ലഭിക്കുന്ന പണം അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ തന്റെ നിയന്ത്രണത്തിലായിരിക്കും.
വെനസ്വേലയിലെയും അമേരിക്കയിലെയും ജനങ്ങളുടെ ക്ഷേമത്തിനായി ഈ പണം ഉപയോഗിക്കും. പദ്ധതി ഉടൻ നടപ്പിലാക്കാൻ ഊർജ്ജ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്റ്റോറേജ് കപ്പലുകൾ വഴി ഈ എണ്ണ നേരിട്ട് അമേരിക്കയിലെ അൺലോഡിംഗ് ഡോക്കുകളിൽ എത്തിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. വെനസ്വേലയുടെ ആത്യന്തിക ചുമതല തനിക്കാണെന്നും ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നു. വെനസ്വേലയിൽ ഉടൻ തെരഞ്ഞെടുപ്പ് നടത്താനാകില്ലെന്നും രാജ്യവുമായി US യുദ്ധത്തിലല്ലെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ജനുവരി 3-നാണ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവിലൂടെ അമേരിക്കൻ സൈന്യം വെനസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യ സിലിയ ഫ്ലോറൻസിനെയും കസ്റ്റഡിയിലെടുക്കുന്നത്. മയക്കുമരുന്ന് കടത്ത്, ആയുധങ്ങൾ കൈവശം വെക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി ജനുവരി 5-ന് അദ്ദേഹത്തെ ന്യൂയോർക്കിലെ മാൻഹട്ടൻ ഫെഡറൽ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കോടതിയിൽ അദ്ദേഹം കുറ്റം സമ്മതിച്ചില്ല. മാർച്ച് 17-നാണ് അടുത്ത വാദം കേൾക്കൽ. മഡൂറോയെ US അന്യായമായി കടത്തിക്കൊണ്ടുപോയതിനു പിന്നാലെ ഡെൽസി റോഡ്രിഗസ് വെനസ്വേലയുടെ ഇടക്കാല പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തിരുന്നു. വൻ ഭീഷണിയാണ് ഇടക്കാല സർക്കാരിന് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിനു പിന്നാലെയാണ് എണ്ണ നൽകാമെന്ന് വെനസ്വേല സമ്മതിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. അമേരിക്കയുടെ വെനസ്വേലൻ അധിനിവേശം ലോകത്ത് ഒരു മറുചേരി കൂടി അതിവേഗം രൂപീകരിക്കുന്നുണ്ട്. ഈ ഉപരോധമൊക്കെ മറികടന്ന് എണ്ണക്കടത്ത് നടത്തുന്നതായി അമേരിക്ക ആരോപിക്കുന്ന എണ്ണക്കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തു. കപ്പലിന്റെ സംരക്ഷണത്തിനായി അത്യാധുനിക അന്തർവാഹിനിയെയും നാവികസേനയും റഷ്യ വിന്യസിച്ചതിന് പിന്നാലെയാണ് അമേരിക്ക കപ്പൽ പിടിച്ചെടുത്തത്. ബെല്ല 1 എന്നറിയപ്പെട്ടിരുന്ന മാരിനേര എന്ന എണ്ണക്കപ്പലാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. നിയമവിരുദ്ധമായി എണ്ണ കടത്തുന്ന റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റിന്റെ ഭാഗമാണ് ഈ കപ്പലെന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. വെനസ്വേലയിൽ നിന്ന് എണ്ണ കയറ്റാൻ ശ്രമിച്ച ടാങ്കറിനെ തടയാൻ നേരത്തെ US ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിയാൻ, അതായത് മുഖങ്ങൾ തെളിയാൻ ഇനിയും ചില ദിവസങ്ങൾ ബാക്കിയാണ്. പക്ഷേ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രതിഭാസങ്ങളുണ്ട്. ഈ യുദ്ധത്തിന് മുൻപ് എതിരാളിയുടെ ശൗര്യം കെടുത്താനുള്ള പഴയ യുദ്ധതന്ത്രം, പരസ്പരമുള്ള പോർവിളി, കുറ്റങ്ങളും കഴിവുകേടുകളും ഒക്കെ വിളിച്ചു പറയൽ, അത് ഇപ്പോഴേ തുടങ്ങിയെന്ന് വേണം പറയാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളാപ്പള്ളിയായിരുന്നു താരമെങ്കിൽ ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയാണ്. UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം കൈകാര്യം ചെയ്യുമെന്ന AK ബാലന്റെ പ്രസ്താവനയിൽ കടുത്ത പ്രതിഷേധവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി. AK ബാലന്റെ പ്രസ്താവന ഏറ്റവും അപകടകരമെന്നും സംഘപരിവാറിന്റെ ആശയമാണ് പ്രചരിപ്പിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. നാട്ടിൽ വർഗീയത പരത്താനാണ് AK ബാലന്റെ ശ്രമമെന്നും ബാലന്റെ നയമാണോ ഇടതുമുന്നണിക്കെന്ന് വ്യക്തമാക്കണമെന്ന് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു. എന്തായാലും വിവാദ പരാമർശത്തിന് പിന്നാലെ AK ബാലന് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി. നഷ്ടപരിഹാരമായി ആവശ്യപ്പെടുന്നത് 1 കോടി രൂപയാണ്. ജമാഅത്തെ ഇസ്ലാമി സെക്രട്ടറി മുഹമ്മദ് സാഹിബാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുതൽ UDFനെതിരെ കൃത്യമായി CPM പ്രയോഗിക്കുന്ന ആയുധമാണ് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും. വർഗീയ പാർട്ടികൾ മുസ്ലിം ലീഗിലൂടെ UDFനെ പിടിമുറുക്കുന്നു എന്ന രാഷ്ട്രീയ ആരോപണമാണ് പിന്നീട് ഓരോ തവണയും CPM പുറത്തെടുത്തത്. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ തുടക്കമെന്നോണമുണ്ടായ AK ബാലന്റെ പ്രസ്താവനയെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും എന്നുള്ള പ്രസ്താവന, സംഘപരിവാർ അജണ്ട ഇന്ത്യയിൽ എല്ലായിടത്തും നടപ്പാക്കുന്നതിന്റെ ഭാഗമായി അവർ നടത്തുന്ന പ്രചരണത്തിന്റെ ഭാഗം, അതേ സംഘപരിവാർ തന്ത്രമാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ AK ബാലൻ നടത്തിയിരിക്കുന്നത്. CPMന്റെ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് AK ബാലൻ ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനയും AK ബാലൻ നടത്തിയ പ്രസ്താവനയും തമ്മിൽ കൂട്ടിവെച്ചാൽ മതി. ഇത് BJPയുടെ സ്വരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എന്താണ് BJP പറയുന്നത്, അതേ സ്വരത്തിലും അതേ ഭാഷയിലാണ് AK ബാലൻ സംസാരിക്കുന്നത്. BJPയും CPMും തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമാണ്. BJP പറയേണ്ട കാര്യങ്ങൾ CPM പറയുന്നു, CPM പറയേണ്ട കാര്യങ്ങൾ BJP പറയുന്നു. രണ്ടുപേരും പരസ്പര സഹായത്തോടു കൂടി പ്രവർത്തിക്കുകയാണ്. തനി വർഗീയത വിളമ്പുന്ന പ്രസ്താവന AK ബാലനെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുകയാണ്. AK ബാലൻ നടത്തിയ പ്രസ്താവനയല്ല, AK ബാലനെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ആലപ്പുഴയിൽ SDPIയുടെ സഹായത്തോടു കൂടി മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻഷിപ്പ് നേടാൻ CPM പരസ്യമായി നടപടിയെടുത്തിരിക്കുകയാണ്. അവരാണ് തിരിച്ചു പറയുന്നത് കോൺഗ്രസ് വന്നാൽ UDF വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരമന്ത്രി. നിങ്ങൾ ആലോചിച്ചു വിരോധാഭാസം എന്ത് പച്ച വർഗീയതയാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ ആ തോറ്റതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടുപിടിച്ച് നടപടിയെടുക്കുന്നതിന് പകരം കുരുടൻ ആനയെ കണ്ട പോലെയാണ് CPMന്റെ നേതാക്കന്മാരുടെ സ്ഥിതി.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായ മുന്നേറ്റത്തിന്റെ തുടർച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായാൽ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിക്കുമെന്നും മാറാട് കലാപങ്ങൾ ആവർത്തിക്കുമെന്നുമുള്ള AK ബാലന്റെ പ്രസ്താവനയിലെ രാഷ്ട്രീയ അപകടം കൃത്യമായി മനസ്സിലാക്കുകയാണ് കോൺഗ്രസ്. സംഘപരിവാറിന്റെ ആശയം പ്രചരിപ്പിക്കുന്ന CPM പുറത്തെടുക്കുന്നത് തനി വർഗീയതയാണെന്നും BJP CPM കൂട്ടുകെട്ടിന്റെ പ്രതിഫലനമാണെന്നുമുള്ള പ്രചാരണം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൗതുകരമാണ് TP രാമകൃഷ്ണൻ LDF കൺവീനറുടെ പ്രതികരണം. CPM നിലപാട് വർഗീയതയ്ക്കെതിരെ ശക്തമായി ഉയർത്തിപ്പിടിക്കുന്ന നേതാവാണ് AK ബാലനെന്നും ചിലർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടാകില്ല എന്നും അദ്ദേഹം കോഴിക്കോട് നിന്ന് പ്രതികരിച്ചിരിക്കുന്നു. AK ബാലൻ അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻ്റെ അടിസ്ഥാനത്തിലാകാം പരാമർശം നടത്തിയത്. അങ്ങനെയൊരു നിലപാട് LDF-ഓ CPM-ഓ പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. AK ബാലൻ്റെ പരാമർശം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അയാൾ ചില കാൽക്കുലേഷൻ്റെ പുറത്ത് പറഞ്ഞതായിരിക്കാം. ഞങ്ങളങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. UDF-യുടെ അധികാരത്തിൽ വരുന്ന പ്രശ്നമില്ല, പിന്നെയല്ലേ ജമാഅത്ത് ആഭ്യന്തരമേൽക്കുന്ന പ്രശ്നം വരുന്നത്. UDF അധികാരത്തിൽ വരുന്ന പ്രശ്നം ഉദിക്കുന്നില്ല ഇന്നത്തെ സാഹചര്യത്തിൽ. AK ബാലൻ CPM-ൻ്റെ നിലപാട് വർഗീയതയ്ക്കെതിരായിട്ട് ശക്തമായിട്ട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു നേതാവാണ്. അത് ചിലപ്പം ചിലർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, അതിനെ പല രീതിയിലും വ്യാഖ്യാനിക്കുന്നുണ്ടാവാം. ഇപ്പോൾ ഏറ്റവും അവസാനമായി വന്നിട്ടുള്ള പ്രശ്നം എന്താണെന്നുള്ളതിന് വിശദാംശം ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞിട്ടില്ല. ജയസാധ്യത മുൻനിർത്തിയായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനമെന്നൊക്കെ കോൺഗ്രസ് ആവർത്തിച്ച് പറയുന്നുണ്ട്. എങ്കിൽ കൂടിയും ചിലരുടെയെങ്കിലുമൊക്കെ താല്പര്യവും ഇഷ്ടവുമൊക്കെ ഈ വാവിട്ട് പുറത്തു വരുന്നുണ്ട്. പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃയോഗത്തിലാണ് ഈ ആവശ്യം ഉയർന്നത്. കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ദീപാദാസ് മുൻഷിയെ ഇക്കാര്യം അറിയിച്ചു. വീണ്ടും പാലക്കാട് മത്സരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കരുക്കൾ നീക്കുന്നതിനിടെയാണ് A. തങ്കപ്പനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ജില്ലാ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം 110 സീറ്റെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിന്നിലായ മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി. മന്ത്രിമാരുമായി നടത്തിയ പ്രത്യേക കൂടിക്കാഴ്ചയിലാണ് നിർദ്ദേശം നൽകിയത്. അൺഫിൽ ഡിസൂസ ചേരുകയാണ് വിവരങ്ങളുമായി. അൺഫിൽ, അങ്ങേയറ്റം ആത്മവിശ്വാസത്തിലാണല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വപ്ന, തീർച്ചയായും 100 സീറ്റുകളുമായി യുഡിഎഫിന്റെ വയനാട് ക്യാമ്പിൽ ചിന്തൻ ശിബിരത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് അണികൾക്ക് ആവേശം നൽകി രംഗത്തിറങ്ങുമ്പോൾ അതിനേക്കാൾ കൂടുതൽ അടുത്ത പടിയിലേക്ക് LDF നീങ്ങിയാണ്. 110 സീറ്റുമായി വിജയം ഉറപ്പിക്കുകയാണ് LDF. അത് ഇന്ന് രാവിലെ മന്ത്രിസഭാ യോഗം, സാധാരണഗതിയിൽ ചേരുന്ന പതിവ് മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. ആ പതിവ് മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് ഒരു 3 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ച മുഖ്യമന്ത്രി പ്രത്യേകമായി തന്നെ മന്ത്രിമാരുമായി നടത്തിയിരുന്നു. അതിൽ 110 സീറ്റ് എന്ന ലക്ഷ്യത്തിലായിരിക്കണം ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതെന്ന് മുഖ്യമന്ത്രി മന്ത്രിമാർക്ക് പ്രത്യേക നിർദ്ദേശം നൽകി. അതിനായി ഒരു കർമ്മ പദ്ധതി രൂപീകരിച്ച് 50 ദിന കർമ്മ പദ്ധതി രൂപീകരിച്ച് മുന്നോട്ട് പോവുക. ഭരണനേട്ടം ജനങ്ങളിലേക്ക് എത്തിക്കുക. ഭരണനേട്ടം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണനേട്ടം വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയി. അതിൽ മാത്രവുമല്ല, വിവാദങ്ങൾ, പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കുള്ളടക്കമുള്ള വിവാദങ്ങൾ ഉണ്ടായപ്പോൾ അത് പ്രതിരോധിക്കാനും കഴിയാതെ പോയി. എന്തുകൊണ്ട് പ്രതിരോധിക്കാൻ കഴിയാതെ പോയി എന്ന് വന്നത് ഈ ഭരണ നേട്ടങ്ങൾ വേണ്ട രീതിയിൽ സംഘടനാ തലത്തിലെ ഒരു മികവ് കുറവ് എവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭരണ നേട്ടം ഉണ്ടാകാതെ പോയത്. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ്, നേരിട്ടാണ് ഈ 50 ദിന കർമ്മ പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ മുഴുവനും ഏകോപന ചുമതല മുഴുവൻ മന്ത്രിമാർക്ക് നൽകിയിരിക്കുന്നു. ഓരോ മന്ത്രിമാർക്കും ഓരോരോ ചുമതലകളായി വീതിച്ച് നൽകുകയും ചെയ്തിരിക്കുന്നു. അതായത് എല്ലാ മേഖലകളിലും നിർജീവമായിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ തട്ടകുടനെ എഴുന്നേൽക്കാതാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അത് IT സെൽ, സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു. ഭരണ നേട്ടം, ഇതിന്റെ വികസന നേട്ടവും ഭരണ നേട്ടവും ജനങ്ങളിൽ എത്തിക്കുക, ജനങ്ങൾക്ക് വ്യക്തമായത് മനസ്സിലാക്കി കൊടുക്കുക. ഏതൊക്കെ എവിടെയാണ് പാളിച്ച പറ്റിയത് അതൊക്കെ തിരുത്താനാണ് ഇപ്പോൾ മന്ത്രിസഭാംഗങ്ങൾക്ക് മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഓരോ മന്ത്രിമാർക്കും ഓരോ വിഭാഗങ്ങളായി വീതിച്ചു നൽകുകയും ഓരോരുത്തരുടെ ഏകോപന ചുമതല പൂർണ്ണമായും മന്ത്രിമാർ നിക്ഷിപ്തമാകുന്ന രീതിയിലാണ് ഈ 50 ദിന കർമ്മ പദ്ധതി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഈ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നു. മുഖ്യമന്ത്രി ഇന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഓരോ മന്ത്രിമാരുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി വിശദമായി തന്നെ കർമ്മ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ച് നൽകുകയും കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടാനായി 110 സീറ്റുകൾ ഉറച്ച് അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്ന രീതിയിൽ മുഖ്യമന്ത്രി കൃത്യമായ നിർദ്ദേശം നൽകുന്നു. അതായത് UDF 100 സീറ്റുമായി കൃത്യമായി മുന്നോട്ട് പോകുന്നു. 100 സീറ്റുകൾക്ക് അപ്പുറത്തേക്ക്, അതായത് 100 സീറ്റ് പറയുമ്പോൾ 85 സീറ്റ് 100%
അല്ലെങ്കിൽ 110% 85% കിട്ടുമെന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി UDF മുന്നോട്ട് പോകുമ്പോൾ അതിനും അപ്പുറത്തേക്ക് എന്ന രീതിയിലാണ് 110 സീറ്റുകൾ കിട്ടിയേ മതിയാകും. അത്രയേറെ ആത്മവിശ്വാസം, ഇത് അണികൾക്ക് നൽകുന്ന ഒരു ആവേശവും ഈ ഒരു ആത്മവിശ്വാസം അണികൾക്ക് നൽകുക, അതാണ് ഇടതുമുന്നണി ഇതിലൂടെ ലക്ഷ്യമിടുന്നതും. അത് തന്നെയാണ് അതിന്റെ ഒരു കൃത്യമായ സ്ട്രാറ്റജിയാണ് മുഖ്യമന്ത്രി 110 സീറ്റുകൾ എന്നൊരു അജണ്ട തയ്യാറാക്കി മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകുകയും ആ രീതിയിൽ ഭരണ നേട്ടവും ഭരണപാഠവും ജനങ്ങളിൽ എത്തിക്കുക. ജനങ്ങൾക്ക് ഈ ഭരണ നേട്ടത്തോട് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് തന്നെ മുഖ്യമന്ത്രി പറയുകയാണ്. പക്ഷേ അതിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ കഴിയാതെ പോയതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്. എന്നാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പോൾ മുതൽ കളത്തിലിറങ്ങുക എന്ന രീതിയിലാണ് ഈ 50 ദിന. തീർച്ചയായും കൃത്യമായ സീറ്റ് ലക്ഷ്യത്തോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്നിപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. 90ഓളം ഉറപ്പായ സീറ്റുകൾ കോൺഗ്രസ്, 20ലേറെ സീറ്റുകൾ NDA ലക്ഷ്യം വെക്കുന്നു. ഒരുപക്ഷേ സംസ്ഥാനം കണ്ടതിൽ വെച്ച് ഏറ്റവും അങ്ങേറ്റം ചൂടേറിയതും പോരുമുറിയതുമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് തന്നെയാണ് എന്തായാലും സംസ്ഥാനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അൺഫിൽറ്റാണ് വിവരങ്ങളുമായി ചേർന്നത്. പത്തനംതിട്ടയിലെ CPM സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണം നടത്തി പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിനോട് വിശദീകരണം തേടി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പ്രാഥമിക ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ പരസ്യ പ്രതികരണം നടത്തുന്നത് CPMന്റെ കീഴ്വഴക്കമല്ലെന്നും വിശദീകരണം വേണമെന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആറന്മുളയിൽ വീണ ജോർജും കോന്നിയിൽ ജനീഷ് കുമാറും മത്സരിച്ചേക്കുമെന്നും നിലവിലെ സാഹചര്യത്തിൽ 2 മണ്ഡലങ്ങളിലും മാറ്റമൊന്നുമില്ലെന്നും മാധ്യമങ്ങളിലൂടെയാണ് രാജു എബ്രഹാം കഴിഞ്ഞ ദിവസം പ്രതികരണം നടത്തിയത്. എന്നാൽ ഏത് ഘടകത്തിൽ ചർച്ച ചെയ്തുവെന്നും ചർച്ച ചെയ്യും മുൻപ് മാധ്യമങ്ങളിലൂടെ എന്തിന് സ്ഥാനാർത്ഥികളെക്കുറിച്ച് സംസാരിച്ചുവെന്നുമാണ് ജില്ലാ സെക്രട്ടറിയോട് സംസ്ഥാന നേതൃത്വം ചോദിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച തീരുമാനങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പോലുള്ള പാർട്ടിയുടെ മേൽഘടകങ്ങളാണ് കൈക്കൊള്ളുന്നത്. എന്നാൽ അതിന് വിരുദ്ധമായാണ് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പരസ്യ പ്രതികരണം നടത്തിയത്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രതികരണം ഉണ്ടായതെന്നത് സംബന്ധിച്ച് രേഖാമൂലമുള്ള വിശദീകരണമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജില്ലാ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച ആളാണ് വീണ ജോർജ് എന്നും അതുകൊണ്ട് തന്നെ ഏത് മണ്ഡലത്തിൽ നിന്നാലും വിജയിക്കുമെന്നും രാജു എബ്രഹാം വ്യക്തമാക്കിയിരുന്നു. കോന്നിയുടെ വികസന നായകനായ ജനീഷ് കുമാർ വീണ്ടും മത്സരിക്കണമെന്ന് ജനം ആഗ്രഹിക്കുന്നുവെന്നും ജില്ലയിലെ 5 MLA-മാരും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നുവെന്നും രാജു എബ്രഹാം പറഞ്ഞിരുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട. നിയമത്തെ തന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വ്യക്തത വരുത്തി ശിവൻകുട്ടി കൃത്യസമയത്ത് കൃത്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കും. ഇടതുമുന്നണിക്ക് നിയമത്തെ വിജയം സുനിശ്ചിതമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയോ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയോ വോട്ടിംഗ് പാറ്റേൺ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലെന്നും ശിവൻകുട്ടി പ്രതികരിച്ചു. മറ്റുള്ളവരുടെ പ്രതീക്ഷ വോട്ട് എണ്ണുന്നതുവരെ മാത്രമാണെന്നും ശിവൻകുട്ടി അമൃത വാർത്തകളോട് പറഞ്ഞു. ഒരു വ്യക്തതയുടെ പ്രശ്നമില്ല. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയാണ് സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് എൻ്റെ ആ ധാരണ വെച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വാക്കുകൾ അടർത്തിയെടുത്തുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ചില ടെലിവിഷൻ ചാനലുകൾ ശ്രമിച്ചതാണ്. എൻ്റെ പാർട്ടി തീരുമാനിക്കും ഞാൻ മത്സരിക്കണോ വേണ്ടതെന്ന് സംബന്ധിച്ചിടത്തോളം. അത് ഞാൻ അനുസരിക്കും. അതാണ് എൻ്റെ നിലപാട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിയമത്തിൽ ജയിക്കും. കോഴിക്കോട് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു അപശബ്ദവും ഉണ്ടാകില്ലെന്നും 13-ൽ 13 നേടുകയെന്നതാണ് കോഴിക്കോട് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നും DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ. അതേസമയം മുല്ലപ്പള്ളിക്കെതിരെ പോസ്റ്റർ പതിച്ചവർ കോൺഗ്രസുകാരല്ലെന്നും പ്രവീൺകുമാർ പറഞ്ഞു. വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തി അശാസ്ത്രീയമായ വാർഡുവിനം നടത്തിയിട്ടും കോഴിക്കോട് ജില്ലയിൽ ലോക്കൽ ബോർഡ് തെരഞ്ഞെടുപ്പിൽ 13 10 എണ്ണത്തിൽ UDF മുമ്പിലാണ്. കോഴിക്കോട്ടെ കോൺഗ്രസ് ലക്ഷ്യം 7, 8, 9, 10 അല്ല, 13 ഔട്ട് ഓഫ് 13 തന്നെയാണ്. അതൊരു സംശയം ആർക്ക് വേണ്ട. 13-ൽ 13 ഇത്തവണ ഞങ്ങൾ പിടിക്കും. മികച്ച സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ കരുത്തുറ്റ സ്ഥാനാർത്ഥികൾ. കോൺഗ്രസിന് ഇത്തവണ MLA അല്ല, MLA-മാർ ഉണ്ടാവും ജില്ലയിൽ നിന്ന്. 4 നൂറ്റാണ്ടിന് ശേഷം MLA ഇല്ലാത്ത വിഷമല്ല, ഇത്തവണ MLA-മാരുണ്ടാവും. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് A പത്മകുമാറിന് ജാമ്യമില്ല. ദ്വാരപാലക ശില്പങ്ങളുടെ കേസിൽ പത്മകുമാർ സമർപ്പിച്ച ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി തള്ളി. കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും 14 ദിവസത്തേക്ക് കൂടി വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കട്ടളപ്പാളിയിലെയും ദ്വാരപാലക ശില്പങ്ങളിലെയും കേസുകളിൽ പ്രതിയാണ് പത്മകുമാർ. നേരത്തെ കട്ടളപ്പാളിയിലെ സ്വർണ്ണമോഷണ കേസിൽ വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ദ്വാരപാലക ശില്പങ്ങളുടെ കേസിൽ ജാമ്യാപേക്ഷയുമായി പത്മകുമാർ വിജിലൻസ് കോടതിയെ സമീപിച്ചത്. വിശദമായി വാദം കേട്ട കൊല്ലം വിജിലൻസ് കോടതി പത്മകുമാറിന് ജാമ്യം നിഷേധിച്ചു.
രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നതായിരുന്നു പ്രതിഭാഗം വാദം. ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തിൽ താൻ മാത്രം എങ്ങനെ കുറ്റക്കാരനാകുമെന്നും പത്മകുമാർ വാദിച്ചു. നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടെന്നും ഈ ഘട്ടത്തിൽ ജാമ്യം നൽകരുതെന്നുമുള്ള പ്രോസിക്യൂഷൻ വാദം കോടതി ശരിവെച്ചു. പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഗുരുതര ആരോപണങ്ങളാണ് പത്മകുമാറിനെതിരെ ഉള്ളത്. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും റിമാൻഡ് കാലാവധി കോടതി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. കട്ടളപ്പാളി, ദ്വാരപാലക ശില്പം എന്നീ 2 കേസുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റി പുതിയ ജാമ്യാപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട്. 14-ാം തീയതി ജാമ്യാപേക്ഷകൾ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. അമൃത ന്യൂസ്, കൊല്ലം. സ്വർണ്ണക്കൊള്ളയിൽ തന്റെ മൊഴി പ്രകാരമുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ SITക്ക് കഴിയുന്നില്ലെന്ന് രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് SITക്ക് അതിൻ്റേതായ പരിമിതിയുണ്ട്. അതിന് CBI പോലുള്ള ഏജൻസികളാണ് വേണ്ടത്. അന്വേഷണം വമ്പൻ സ്രാവുകളിലേക്ക് എത്തണമെന്നും ഇപ്പോൾ പിടിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിന്റെ അന്തർദേശീയ ബന്ധങ്ങൾ പുറത്തു വരണം. അതുകൊണ്ടാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണം എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ആ അന്വേഷണം മുന്നോട്ട് പോകാൻ കഴിയാത്തത് SITയുടെ പരിമിതമായ അധികാര പരിധി ഉള്ളതുകൊണ്ടാണ്. അത്തരം കേസുകൾ, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര മാനമുള്ള കേസുകൾ അന്വേഷിക്കാൻ സംസ്ഥാനത്തെ ഒരു SITക്ക് പരിമിതിയുണ്ട്. അത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM-നെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തി. സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളെ CPM സംരക്ഷിക്കുകയാണ്. പത്മകുമാറിനെ CPM എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല എന്ന് അദ്ദേഹം ചോദിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെതിരായി ഗുരുതരമായ ആരോപണം കൂടി SIT കോടതിയിൽ ഉന്നയിച്ചിരിക്കുകയാണ്. ഗുരുതരമായ അദ്ദേഹമാണ് ഇതിനെല്ലാം കൂട്ടുനിന്നത് എന്നുള്ള വ്യക്തമായ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. എന്നിട്ടും CPM ഈ അയ്യപ്പന്റെ സ്വർണം കവരാൻ കൂട്ടുനിന്ന ഗൂഢാലോചന നടത്തിയ പത്മകുമാറിനെയും മറ്റു നേതാക്കളെയും സംരക്ഷിക്കുകയാണ്. പത്മകുമാർ വളരെ ദൈവതുല്യനായ ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഇവര് ചെയ്യുന്നത് എന്ന്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി കൂടുന്നുവെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ പാർട്ടി ഇപ്പോഴും തയ്യാറല്ല. SITക്ക് മേൽ തുടക്കം മുതലേ സമ്മർദ്ദം ചെലുത്തി. കോടതി നിരീക്ഷണത്തിൽ അന്വേഷണ സംഘം വേണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് യഥാർത്ഥ അന്വേഷണങ്ങൾ അതിൻ്റെ രീതിയിലോട്ട് പോയാൽ CPM-ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതി വരുന്ന സ്ഥിതിയാണ്. അതിൻ്റെ വ്യാപ്തി ഓരോ ദിവസം കഴിയുന്നതിനും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നത്തെ ഇന്ന് മാധ്യമങ്ങൾ വന്നിരിക്കുന്ന കാര്യം പത്മകുമാർ ഇതിനകത്ത് കൃത്യമായിട്ട് ഇൻവോൾവ്ഡ് ആണെന്നുള്ള വ്യക്തമായിരിക്കുകയാണ്. എന്നിട്ടും പാർട്ടി ഒരു നടപടിയുമില്ല. ഇപ്പോൾ പാർട്ടി ഇനിയും സംരക്ഷിക്കാൻ ഒരുപാട് ആൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇതിനെ ന്യായീകരിക്കുകയാണ്. ഇത് അങ്ങേയറ്റത്തെ അപഹാസ്യമായിട്ടുള്ള കാര്യമാണ്. ശാസ്തമംഗലത്തെ MLA ഓഫീസ് ഒഴിയാൻ VK പ്രശാന്ത് MLA കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസാണ് ഒഴിയുന്നത്. മണ്ഡലത്തിലെ മരുതൻകുഴിയിലേക്ക് മാറാനാണ് ഇപ്പോൾ തീരുമാനം. അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കാനാണ് ഇപ്പോൾ ഓഫീസ് മാറുന്നതെന്ന് VK പ്രശാന്ത് പ്രതികരിച്ചു. ശാസ്തമംഗലം കൗൺസിലർ R ശ്രീലേഖയുമായുള്ള ഓഫീസ് തർക്കത്തിന് ഒടുവിലാണ് വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് ഓഫീസ് മാറുന്നത്. കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസ് മരുതൻകുഴിയിലെ വാടക കെട്ടിടത്തിലേക്കാണ് മാറുന്നത്. കരാർ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് ഓഫീസ് ഒഴിയും. കൂടുതൽ വിവാദങ്ങൾക്ക് താല്പര്യമില്ലെന്നും തർക്കം അവസാനിപ്പിക്കാനാണ് നടപടിയെന്ന് പ്രശാന്ത് അറിയിച്ചു. വ്യക്തിപരമായി തീരുമാനിച്ചു. കാരണം ഈ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വിസ്മൃതിയിലാക്കാനും അപവാദം പ്രചരിപ്പിക്കാനും ഈ സന്ദർഭത്തെ പലരും ഉപയോഗിച്ചു. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ പല ആളുകളും ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ല. മരുതൻകുഴിയിൽ ഒരു സൗകര്യമായിട്ടുള്ളൊരു ഓഫീസ് കണ്ടെത്തി അങ്ങോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള എൻ്റെ കാര്യം. വിവാദങ്ങൾക്ക് നിൽക്കുന്നില്ല. കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് VK പ്രശാന്തിനോട് MLA ഓഫീസ് ഒഴിയണമെന്ന് R ശ്രീലേഖ ആവശ്യപ്പെടുന്നത്. വൈകാതെ പ്രശാന്തിന്റെ ഓഫീസിനോട് ചേർന്ന് കൗൺസിലർ ഓഫീസും തുറന്നു. അടുത്തടുത്ത മുറികളിലായി ഇരുവരുടെയും പ്രവർത്തനം. ഒപ്പം VK പ്രശാന്ത് MLAയുടെ നെയിം ബോർഡിന് മുകളിൽ സ്വന്തം നെയിം ബോർഡും സ്ഥാപിച്ചു. 7 വർഷമായി MLA ഓഫീസ് കോർപ്പറേഷൻ കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിലെ അഭ്യൂഹങ്ങളിൽ പ്രതികരിച്ച BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഭ്യൂഹങ്ങൾ പടച്ചുവിടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. തൃശൂർ, പാലക്കാട്, വട്ടിയൂർക്കാവ് എന്നിങ്ങനെ മണ്ഡലങ്ങൾ പറഞ്ഞു കേട്ടു. ഒരു മണ്ഡലത്തിലും മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് ആരോടും ഈ നിമിഷം വരെ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും K. സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഒരുപാട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം കുറിപ്പിൽ പറയുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ യൂത്ത് ഏകദിന പരമ്പര തൂത്തുവാരി ഇന്ത്യ അണ്ടർ-19 ടീം. മൂന്നാമത്തെയും അവസാനത്തെയും ഏകദിന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ 233 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ സമ്പൂർണ്ണ ജയം സ്വന്തമാക്കിയത്. ആദ്യ 2 മത്സരങ്ങളും വിജയിച്ച ഇന്ത്യ നേരത്തെ തന്നെ പരമ്പര നേടിയിരുന്നു. മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യ ഉയർത്തിയ 394 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 35 ഓവറിൽ 160 റൺസിന് പുറത്താവുകയായിരുന്നു. ബാറ്റിംഗിൽ 74 പന്തിൽ 127 റൺസെടുത്ത വൈഭവ് സൂര്യവംശിയുടെയും 106 പന്തിൽ 118 റൺസെടുത്ത മലയാളി താരം അരുൺ ജോർജിന്റെയും പ്രകടനമാണ് ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ സമ്മാനിച്ചത്. ഒളിമ്പ്യൻ ജിൻസൺ ജോൺസൺ വിരമിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് താരം വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത്. നിരവധി റെക്കോർഡുകൾ സ്വന്തമാക്കിയ താരമാണ് ജോൺസൺ. 2018 ഏഷ്യൻ ഗെയിംസിൽ 1500 മീറ്ററിൽ ഇന്ത്യക്കായി സ്വർണം നേടിയിരുന്നു. 800 മീറ്ററിൽ വെള്ളിയും നേടി. 2016 റിയോ ഒളിമ്പിക്സിൽ ജിൻസൺ മത്സരിച്ചിരുന്നു. 2018 അർജുന അവാർഡും നേടിയിട്ടുണ്ട്.